റോബിൻ ബസ് വീണ്ടും തടഞ്ഞു. വാളയാറിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധിച്ചത്. പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനം കടത്തിവിട്ടത്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, നേരത്തെ മൈലപ്രയിൽ വെച്ച് അടക്കം തുടക്കത്തിൽ തടഞ്ഞിരുന്നു. എന്താണ് ഈ തടഞ്ഞ് ഇവർ പരിശോധിക്കുന്നത്? രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് വാളയാറിൽ നിന്ന് റോബിൻ ബസ് കടന്നുപോയത്. വിശദമായ പരിശോധന ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ വാഹനം കടത്തിവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം രണ്ടിടത്ത് വേറെയും തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വാളയാറിലും തടഞ്ഞത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ്, കോയമ്പത്തൂരിലേക്കാണ് റോബിൻ ബസ് പോയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ബസ് കോയമ്പത്തൂരിലേക്ക് പോയ സമയം തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഇത് തടയുകയും പിന്നീട് ഇത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് കൊടുക്കാൻ തയ്യാറായത്. കൃത്യമായി തന്നെ ഇതിന്റെ പിഴ ഉൾപ്പെടെ ഈടാക്കിയ ശേഷം, അതുപോലെ തന്നെ ഇതിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പിഴ ഈടാക്കിയ ശേഷമായിരുന്നു വിട്ടുകൊടുത്തത്. അതിനുശേഷമാണ് പിന്നീട് ഇത് കേരളത്തിലെ ഇതിന്റെ നിയമ സാങ്കേതിക തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വാളയാർ കടന്നു പോയിരിക്കുന്നത്. ഇനി കോയമ്പത്തൂരിൽ തമിഴ്നാട് ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇനിയും ഈ സർവീസ് തുടരുമെന്നാണ് ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരം ഇടപെടലുകളും ഇനിയും പ്രതീക്ഷിക്കണം. ഇതുവരെ ഈ തടഞ്ഞതിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായി കണ്ടെത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ വല്ലതുമുണ്ടോ? നിലവിൽ ഇത് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇതിന്റെ ഈ കോൺട്രാക്ട് ലൈസൻസ് പെർമിറ്റ് മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വിടാൻ കഴിയില്ലെന്നൊരു നിലപാടിലായിരുന്നു കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും അന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ എന്തായാലും വിശദമായ ഒരു പരിശോധന തമിഴ്നാട് നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാവും എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഇത് ആളുകളെ ഈ സാധാരണയുള്ള ലൈൻ ബസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സർവീസുകളിലോ ആളുകളെ കയറ്റി ഇറക്കുന്നത് പോലെ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ ഈ നിയമം ടൂറിസ്റ്റ് പെർമിറ്റ് ആക്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും ഇതിൽ പക്ഷേ ചില പ്രശ്നങ്ങൾ, അതായത് ഇത്തരം വാഹനങ്ങൾ, ഇത്തരം ബസ്സുകൾ കടത്തിവിടുന്നത്, അതായത് ഈ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ ഇത്തരത്തിൽ സാധാരണയുള്ള ഈ ബസ്സുകൾ, ലൈൻ ബസ്സുകളും മറ്റും ഈടാക്കുന്ന പോലെ പണം ഈടാക്കിക്കൊണ്ട് സർവീസ് നടത്തുന്നതിന് തടസ്സമുണ്ട് എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ്, കേരള മോട്ടോർ വാഹന വകുപ്പും തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കേരളത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. വാഹനം പരിശോധിച്ച് വളരെ കുറച്ച് സമയം മാത്രമാണ് വാളയാറിൽ വാഹനം പരിശോധനയ്ക്ക് വേണ്ടി നിർത്തിയിട്ടുള്ളത്. അധിക നേരം പിടിച്ചിട്ടിട്ടൊന്നുമില്ല. അതിനുശേഷം ഇപ്പോൾ വാഹനം തമിഴ്നാട്ടിലേക്ക് പോയി. ഇനി തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി ബസ് കോയമ്പത്തൂരിൽ അല്പസമയത്തിനകം തന്നെ കോയമ്പത്തൂർ എത്തും. അത് പാലക്കാടിൽ നിന്ന് കഷ്ടിച്ച് 1 മണിക്കൂർ യാത്ര മാത്രമേ വരികയുള്ളൂ. 1 മണിക്കൂർ പോലും പലപ്പോഴും വരാറില്ല. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിൽ എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.